കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലൊട്ടാകെ തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണോ ഇപ്പോൾ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും 8 നിലയിലല്ല 16 നിലയിൽ പൊട്ടി പാളീസാവുന്ന തരത്തിലോട്ട് കോൺഗ്രസ് പല തെരഞ്ഞെടുപ്പിലും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും, അതായത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസ് 16 നിലയിൽ പൊട്ടി പാളീസായി എല്ലാ അർത്ഥത്തിലും തരിപ്പണമായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 16 സീറ്റുകളിൽ 15 സീറ്റുകളും BJP തൂത്തുവാരിക്കൊണ്ട് ആ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ വിജയം കൈക്കലാക്കുക മാത്രമല്ല ഭരണവും കൂടി നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത്, 3 സീറ്റുകൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ആ 3 സീറ്റ് നഷ്ടമായി 0ത്തിലേക്ക് കൂപ്പുകുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് 15 സീറ്റുകൾ BJP സ്വന്തമാക്കിയപ്പോഴത്തേക്കും, BJP പാനൽ സ്വന്തമാക്കിയപ്പോഴത്തേക്കും 1 സീറ്റ് സ്വതന്ത്രം സ്വന്തമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് നടന്നിരിക്കുന്ന മറ്റെവിടെയുമല്ല, അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിലാണ് ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ വിജയം നേടാൻ സാധിച്ചതും അതേസമയം കോൺഗ്രസിന് വലിയ തോതിലുള്ള നാണംകെട്ട തോൽവിയിലേക്ക് കയ്യിലുണ്ടായിരുന്ന 3 സീറ്റുകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നതെന്ന് പറയും. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജില്ലാ സഹകരണ പാൽ ഉൽപാദന യൂണിയന്റെ അമൂൽ സൂറത്ത് താപ്പി ഡയറി ഇലക്ഷൻ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ ഇലക്ഷനിൽ 16 സീറ്റുകളാണുള്ളത്. ഈ 16 സീറ്റുകളിൽ 15 സീറ്റുകളും BJP വിജയിച്ചിരിക്കുന്നു. കോൺഗ്രസിന് ഉണ്ടായിരുന്ന 3 സീറ്റുകൾ നഷ്ടമായിരിക്കുന്നു. അതായത് ഇപ്പോൾ വട്ടപൂജ്യത്തിലേക്ക് ആയിരിക്കുന്നു. കോൺഗ്രസിന് ഒരു തരത്തിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരു സീറ്റിൽ വിജയിച്ചിരിക്കുന്നത് സ്വതന്ത്രൻ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഗുജറാത്തിൽ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും, ഇതിന് മുന്നേ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് 16 നിലയിൽ പൊട്ടിപ്പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, അമൂലിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, ഇപ്പോൾ സഹകരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇപ്പോൾ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ, അതായത് BJPയുടെ തേരോട്ടം എല്ലാ അർത്ഥത്തിലുമുള്ള ഗുജറാത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേയുള്ള, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേയുള്ള ഈ വിജയങ്ങളൊക്കെ തന്നെയും BJP സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണ് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിന് എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ പരാജയമാവുന്ന തരത്തിലോട്ടാണ് പല സ്റ്റേറ്റുകളിലും കാര്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നാലെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 8 നിലയിലല്ല 16 നിലയിൽ പൊട്ടി പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% എടുത്തു പറയാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളൊക്കെ തന്നെയാണ് സെമി ഫൈനലായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയാം. അതായത് BJPക്ക് എല്ലാ അർത്ഥത്തിലും ഒരു സമ്പൂർണ്ണ വിജയം പല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പലതരത്തിൽ പൊട്ടിപ്പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പല തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കാത്തിരുന്ന് തന്നെ കാണണം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് പോലുള്ള സ്ഥലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നിലം തൊടാനാവാതെ പൊട്ടിപ്പാളീസാവുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ കണ്ടതെന്ന് പറയുന്നത്. ഇനി ആകപ്പാടെ ഒരു ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഗുജറാത്ത് UP തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനെങ്കിലും ആകുമോ, അതല്ല അട്ടിമറി നേട്ടം കൊയ്യാനാകുമോ എന്നുള്ളതാണ്. അതിലും പരാജയപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ വരുന്ന 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏതർത്ഥത്തിൽ BJP നേരിടാൻ നിൽക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്.